ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله مولانا العظيم. അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു നല്ല കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു പ്രത്യേകമായ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അലം നശ്റഹ് സൂറത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ 2 ക്ലാസ്സിൽ നാം പറഞ്ഞത്. അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക് അല്ലദീ അൻഖള ളഹ്റക്. ഈ 3 ആയത്തുകളുടെ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു. 4-ാമത്തെ ആയത്ത് വറഫഅനാ ലക ദിക്റക്. ചെറിയ ആയത്താണെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ സ്ഥാനവും മഹത്വവും വിശദീകരിക്കുന്ന പരന്ന ചർച്ചയ്ക്ക് വിധേയമായ ആയത്താണിത്. നാം ഉയർത്തിയിരിക്കുന്നു. ഈ നാം ആര്? അല്ലാഹു തആല. അല്ലാഹു എല്ലാ മഹത്വങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് പറയാൻ വറഫഅന, നാം ഉയർത്തിയിരിക്കുന്നു, ലക തങ്ങൾക്ക്, ദിക്റക തങ്ങളുടെ പറയലുകൾ, തങ്ങളെക്കുറിച്ചുള്ള പുകഴ്ത്തൽ, തങ്ങളെക്കുറിച്ച് പറയൽ, തങ്ങളെ സ്മരിക്കുകയും തങ്ങളെ പറയുകയും തങ്ങളെ പുകഴ്ത്തുകയും ചെയ്യുക എന്നത് തങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു വലിയ സ്ഥാനം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു ഹദീസ് മഹാനായ അബൂ നുഐം റളിയല്ലാഹു തആല അൻഹു ദലായിലുൻ നുബുവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവോട് ചോദിച്ചു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ വഖദ് കറംത, എൻ്റെ മുമ്പ് ഏതൊരു നബി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ നബിമാരൊക്കെ നീ ആദരിച്ചു ബഹുമാനിച്ചിട്ടുണ്ട്. ജഅൽത ഇബ്രാഹിമ ഖലീലൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നീ ഖലീലായല്ലോ, ഖലീലാക്കി പ്രഖ്യാപിച്ചു. മൂസ കലീമൻ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നീ കലീമാക്കി. വസഖർത ലി ദാവൂദ് അൽ ജിബാൽ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ വലിയ മലകളെ നീ കീഴ്പ്പെടുത്തി കൊടുത്തു. വലി സുലൈമാൻ റിഹ വശയാത്തീൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണെങ്കിൽ കാറ്റ്, പിശാചുക്കൾ. അഹ്യയ്ത ലി ഈസൽ മൗത, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവും നീ നൽകി. ഇതൊക്കെ പൂർവികരായ നബിമാർക്ക് പ്രത്യേകമായി നീ നൽകിയിട്ടുള്ള മഹത്വങ്ങളാണ്.
ഫമാ ജഅൽതലി, അപ്പോൾ എനിക്ക് നീ എന്താണ് തന്നിട്ടുള്ളത്? മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ആഗ്രഹത്തോടുകൂടെ തൻ്റെ മഹത്വങ്ങളൊന്ന് അല്ലാഹു നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ വേണ്ടി വലിയ ആവേശത്തോടെ ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, അവലൈസ ഖദ് അഅതൈതുക അഫ്ളല മിൻ ദാലിക കുല്ലിഹി, അതിനേക്കാളൊക്കെ എത്രയോ മഹത്വമുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ആ ഒരു സ്ഥാനപ്പേരുകളെക്കാളൊക്കെ ഉന്നത പദവി തങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ടല്ലോ. എന്താണത്? ഇന്നി ലാ ഉൾക്കറു ഇല്ലാ ദുഃഖ്യർത്ഥമായി, എൻ്റെ പേര് എവിടെ ആരും പറയില്ല, കൂടെ തങ്ങളുടെ പേരും പറഞ്ഞിട്ടില്ലാതെ. അല്ലാഹു റസൂലുഹു, അല്ലാഹു മുഹമ്മദ് നബിയും അല്ലാഹു റസൂലും, ഇങ്ങനെ പറയാത്തൊരു പേര് ഉണ്ടാവില്ല. ലാ ഉൾക്കറു, എന്നെക്കുറിച്ച് പറയുന്നല്ല, ഇല്ലാ ദുഃഖ്യർത്ഥമായി, എൻ്റെ കൂടെ നിങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് പറയുമ്പോൾ കൂടെ മറ്റേതെങ്കിലും ഇവരെ പേര് പറയാറുണ്ടോ? മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ജനകോടികൾ അള്ളാഹുവിനെ പറഞ്ഞ ഉടനെ പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്. അത് റസൂൽ എന്ന നബിയെന്നോ മുഹമ്മദ് എന്ന പേരിലൊക്കെ ആവാം. ഇങ്ങനത്തെ ഒരു പ്രശസ്തിയും മഹത്വവും മറ്റു നബിമാർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അവർക്കൊക്കെ അള്ളാഹു കൊടുത്ത ആ സ്ഥാനമാനങ്ങളെ കവച്ചു വെക്കുന്ന, സദാസമയവും ലോകത്ത് പേര് പറയപ്പെടുന്ന, സ്മരിക്കപ്പെടുന്ന, പുകഴ്ത്തപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി തങ്ങളെ നമ്മൾ ഉയർത്തിയില്ലേ? അള്ളാഹുവിനെ പറ്റി പറയുന്ന ഒരുപാട് സ്ഥലങ്ങൾക്ക് വിശദീകരിക്കാം. വജഅൽതു സുദൂറ ഉമ്മത്തിക അനാജീല യഖറഊനൽ ഖുർആന ളാഹിറൻ വലം യുതിഹാ ഉമ്മത്തൻ, നിങ്ങളുടെ ഉമ്മത്തിൻ്റെ ഹൃദയങ്ങൾ മുഴുവനും വലിയ ലൈബ്രറികളാണ്. പരിശുദ്ധ ഖുർആൻ സൂക്ഷിച്ചു വെച്ച ഗ്രന്ഥാലയമാണ്. അവർ അത് ബൈഹാട്ടാക്കി പോകുന്നു. ലോകത്തൊരു ഉമ്മത്തും അങ്ങനെ അവരുടെ ഗ്രന്ഥങ്ങൾ ബൈഹാട്ടാക്കി പോകുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. ഇന്നും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ലോകത്ത് ബൈഹാട്ടാക്കുന്നവരാണ് നിങ്ങളുടെ ഉമ്മത്ത്. വഅതൈതുക കൻസൻ മിൻ കുനൂസി അർശി, എൻ്റെ അർശിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധി നിങ്ങൾക്ക് നാം നൽകിയിട്ടുമുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിന് ഇത് തന്നെ ഒരു വലിയ കിരീടമാണ്, മകുടമാണ്. റഫഅനാ ലക ദിക്റക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് എവിടെ പറഞ്ഞാലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാൻ, യഖൂലു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയാൻ ഈ ആയത്തിലൂടെ, ലാ ദുഃഖിർതു ഇല്ലാ ദുഃഖിർത മഈ, എൻ്റെ പേര് എവിടെയും പറയപ്പെടുകയില്ല, അതോടൊപ്പം നിങ്ങളെക്കുറിച്ചും പറയപ്പെട്ടിട്ടല്ലാതെ. ഫിൽ അദാൻ, ബാങ്കുകളിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്ത് ബാങ്ക് കൊടുക്കാത്ത രാജ്യം എവിടെ ഉണ്ടോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ ബാങ്കൊലി സത്യനിഷേധികളും കേൾക്കുന്നുണ്ട് എന്നതല്ലേ വസ്തുത. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കാതൊരു കാഫിർ, സത്യനിഷേധിക്ക് പോലും, നബിത്തങ്ങളെ അംഗീകരിക്കാത്ത, വിശ്വസിക്കാത്ത വ്യക്തിക്ക് പോലും കടന്നുറങ്ങാൻ കഴിയില്ല. അഞ്ചു നേരം 10 പ്രാവശ്യങ്ങളിലായി അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അങ്ങനെ 5 നേരം 10 പ്രാവശ്യങ്ങളിലായി മിനാരങ്ങളിൽ വെച്ച് ആ കേൾക്കുന്ന ശബ്ദം ശ്രവിക്കാതെ ഒരു കാഫിറിന് പോലും കടന്നുറങ്ങാൻ കഴിയില്ല. അതാണ് ബാങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയപ്പെടുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞ ഉടനെ തന്നെ. ഭൂമി ഉരുണ്ടതാണ്. ഉരുണ്ട ഭൂമിയിൽ എല്ലാ സമയത്തും ബാങ്കുലി നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, ഒരു സ്ഥലത്തിന് വേറൊരു സ്ഥലത്ത്, അങ്ങനെ നിരന്തരമായി ഭൂമുഖത്ത് ബാങ്കുലി കേൾക്കുമ്പോൾ ആ മഹത്തായ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന സുന്ദരമായ നാമം എപ്പോഴും ഭൂമിയിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇഖാമത്തിലും, ഇഖാമത്ത് കൊടുക്കുമ്പോഴും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ പറയാതിരുന്നാൽ ഇഖാമത്ത് സ്വഹീഹല്ലാത്ത ഇഖാമത്ത് കൊടുക്കൽ ഹറാമാണ്. അറബ് രാജ്യങ്ങളിലൊക്കെ ഈ ഇഖാമത്ത് ബാങ്കിലാണ്.
നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ സ്വകാര്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും നമ്മുടെ യു എയിലൊക്കെ ഇങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഇക്കാമത്തും ബാങ്കിൽ തന്നെ എല്ലാവരും കേൾക്കാവുന്ന ശബ്ദത്തിലാണ് കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, വെള്ളിയാഴ്ചയുടെ രണ്ടാമത്തെ ബാങ്കുണ്ടല്ലോ, നമ്മുടെ കേരളക്കരയിൽ അത് പതുക്കെയാണ്. പതുക്കുക എന്ന് പറഞ്ഞാൽ ഇമാം വന്നതിന് ശേഷം ഖത്തീബ് കയറിന് ശേഷം പതുക്കെയാണ് കൊടുക്കാറുള്ളത്. എന്നാൽ അറബ് രാഷ്ട്രങ്ങൾ അങ്ങനെയല്ല. ഒന്നാമത്തെ ബാങ്ക് ഉറക്കെ വിളിക്കും, അതേ സൗണ്ടിലും അതേ ഈണത്തിലും അതേ ഗൗരവത്തോടു കൂടെ രണ്ടാമത്തെ ബാങ്കും വിളിക്കും. അപ്പം ഇത്ര പ്രാവശ്യ വെള്ളിയാഴ്ചയൊക്കെ ആ പേര് പറയപ്പെടുന്നത്. അങ്ങനെ ബാങ്കിലും ഇഖാമത്തിലും വത്തശഹുദി അത്തഹിയാത്ത് ഓതുമ്പോൾ അത്തഹിയാത്തിൽ മുബാറക്കാത്തു അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാത്തവൻ്റെ അത്തഹിയാത്ത് സ്വഹീഹല്ലല്ലോ. സ്വഹീഹല്ലാത്ത അത്തഹിയാത്ത് ഓതിയ നിസ്കാരം സ്വഹീഹല്ല. അപ്പോൾ തീർച്ചയായിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാത്തവന് നിസ്കാരം സ്വഹീഹല്ല. തീർച്ചയാണ്. ആ നിസ്കാരവുമായിട്ട് ചെന്നാൽ, പേര് പറയാത്ത നിസ്കാരമായിട്ട് ചെന്നാൽ ആ നിസ്കാരം മഖ്ബൂലായിട്ടുണ്ടായില്ല, സ്വീകരിക്കപ്പെട്ടുണ്ടാവുകയില്ല. വയൗമൽ ജുമുഅത്തി അലൽ മനാബിൽ, മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, വയൗമൽ ജുമുഅത്തി അലൽ മനാബിൽ, വെള്ളിയാഴ്ചകളിൽ മിമ്പറുകൾക്ക് മുകളിൽ മഹാന്മാരായ ഖതീബുമാർ ലോകത്ത് ഖുത്ബ നിർവഹിക്കുന്നു. അവിടെ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിന് വേണ്ടി ഹംദ് പറയൽ ഫർളാണ്. ഹംദ് പറഞ്ഞാൽ പിന്നെ സ്വലാത്ത് ചൊല്ലൽ ഫർളാണ്. അപ്പം ആ ഫർള് നിർവഹിക്കപ്പെടുന്നു. ആ ഫർളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ വെള്ളിയാഴ്ചകളിൽ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മിമ്പറിൽ വെച്ച് എല്ലാവരും കേൾക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ എല്ലാവരും കേൾക്കുന്നു. അങ്ങനെ മൈക്കിലാണ് ഒത്തുപോകാറുള്ളത്, എല്ലാവരും കേൾക്കും. വയൗമൽ ഫിത്രി വയൗമൽ അദ്ഹ, ചെറിയ പെരുന്നാൾ ദിവസത്തിലും വലിയ പെരുന്നാൾ ദിവസത്തിലുമൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ വളരെ വിപുലമായി വളരെ കൂടുതലായി പറയപ്പെടുന്നു. അയ്യാമി തശ്രീഖ്, അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ, വയൗമി അറഫത്ത്, അറഫാ ദിവസം, വൈൻദൽ ജിമാരി, ജംറകൾക്കരികിൽ വെച്ച്, വഅല സഫാ വൽ മർവത്തി, സഫാ മർവക്ക് മുകളിൽ വെച്ച്, ഖുതുബത്തിൻ നിക്കാഹി, നിക്കാഹിന്റെ ഖുതുബയിൽ തുടങ്ങി എവിടെയൊക്കെ അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ടോ അവിടെ മുഴുവനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നുണ്ട്. വറഫഅനാ ലക ദിക്റക, ഇത് ഭൂമിയുടെ മുകളിൽ നടക്കുന്നതായി പറയുന്നത്. വഫീ മശാരിക്കിൽ അർളി വമഗാരിബിഹാ, ഭൂമിയുടെ പാശ്ചാത്യ പൗരസ്ത്യ പ്രദേശങ്ങളിൽ കിഴക്കും പടിഞ്ഞാറും. വലൗ അന്ന റജുലൻ അബദല്ലാഹ ജല്ല സനാഉഹു വസദ്ദഖ ബിൽ ജന്നതി വന്നാരി വകുല്ലി ഷൈഇൻ വലം യഷ്ഹദ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ലം യന്തഫി ബിഷൈഇൻ വകാന കാഫിറാ. അദ്ദേഹം പറയുന്നു, വലൗ അന്ന റജുലൻ അബദല്ലാഹ ജല്ല സനാഉഹു, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിച്ചു, കുറേ നിസ്കരിച്ചു, അല്ലെങ്കിൽ വേറെ ആരാധന നിർവഹിച്ചു. വസദ്ദഖ ബിൽ ജന്നത്തി വന്നാരി വകുല്ലി ഷൈഇൻ, സ്വർഗമുണ്ട്, നരകമുണ്ട്, സിറാത്ത് പാലമുണ്ട്, ഹശ്റുണ്ട്, മഹ്ശറുണ്ട്, ഖബറുണ്ട്, ഇങ്ങനെ തുടങ്ങി നമ്മളൊക്കെ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസക്കാരും വിശ്വസിച്ചു. പക്ഷേ വലം യഷ്ഹദ് അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ലം യന്തഫി ബിഷൈഇൻ, അയാൾ ചെയ്ത് ഒരൊറ്റ കാര്യം ഉപകാരപ്പെടുകയില്ല. വകാന കാഫിറൻ, അയാൾ തനി സത്യനിഷേധിയായിട്ട് തന്നെ അവശേഷിക്കുന്നതാണ്. മഹാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശദീകരണമാണ് ഈ ആയത്തിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയതിൻ്റെ, മഹത്വപ്പെടുത്തിയതിൻ്റെ എക്സാമ്പിളാണ് അതൊക്കെ. റഫഅനാ ലക ദിക്റക, അതുപോലെ തന്നെ ഖദ് ദക്കർനാക ഫിൽ കുതുബിൽ മുനസ്സലതി അലൽ അംബിയായി ഖബ്ലക, തങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പോലും തങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് പൂർവ്വകാല ഗ്രന്ഥത്തിലൊക്കെ കാണാൻ കഴിയും. തൗറാത്തിലുണ്ട്, ഇഞ്ചീലുണ്ട്, സബൂറിലുണ്ട്, സുഹഫുകളിലുണ്ട്. അതുപോലെ ഹിന്ദുക്കൾ പ്രഖ്യാപിക്കുന്നവരുടെ വേദോപനിഷത്തുകളിലൊക്കെ ഉണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് തന്നെ എന്താണെന്ന് അറിയുങ്ങൾ, ഞാൻ വന്നത് മുബശ്ശിറൻ ബി റസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന, എൻ്റെ ശേഷം വരാൻ പോകുന്നൊരു പ്രവാചകനുണ്ട്, അഹ്മദ് എന്നാണ് പേര്. ആ പ്രവാചകനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ, സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ.
അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന് തന്നെ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്നാണെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത് പൂർവ്വകാല അമ്പിയാക്കന്മാരുടെയൊക്കെ ആവേശമാണ്, വലിയ ആദരവാണ്, ബഹുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ അമർനാഹും ബിൽ ബിഷാറത്തി ബിക, തങ്ങളെക്കൊണ്ട് ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ, തങ്ങളെക്കൊണ്ട് തങ്ങളെക്കുറിച്ചു ആ സമൂഹത്തിൻ്റെ ആ പ്രവാചകന്മാരുടെ സമൂഹത്തോട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടില്ല, വരുന്നേ ഉള്ളൂ. വരാനിരിക്കുന്ന നബിത്തങ്ങളുടെ ജന്മത്തെക്കുറിച്ചും വരവിനെക്കുറിച്ചും സന്തോഷം അറിയിക്കുക. ഇന്ന് ചില ആൾക്കാർക്ക് നബിത്തങ്ങളുടെ ജന്മത്തിൽ ഇത് സന്തോഷമല്ല, ദുഃഖമാണ്. കാരണം റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ആ മുഖമൊക്കെ കറുത്തിട്ട് ഇങ്ങോട്ട് തുടിച്ചിട്ടുണ്ടാവും. പോസ്റ്ററായിട്ടും വിപ്ലവമായിട്ടും അനാവശ്യ ചർച്ചകളായിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഇകഴ്ത്താനുള്ള എല്ലാ വഴിയും ആലോചിക്കും. അത് പിശാചിൻ്റെ പാർട്ടിയാണ്. ഖല്ലി വലിയവർ ഇവിടെ നമുക്ക് വിടാം. മഹാന്മാരായ അമ്പിയാക്കന്മാരോട് അള്ളാഹു പറയാണ് വഅമർനാഹും ബിൽ ബിശാറത്തി ബിക, തങ്ങളുടെ വരവിനെ കുറിച്ച് അവരുടെ സമൂഹത്തോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ ഓർഡറാണിത്, അംഗീകരിച്ചുകൊള്ളണം. വലാ ദീന ഇല്ലാ വദീനുക യദ്ഹറു അലൈഹി, തങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ദീന്, ആ ദീൻ മറ്റെല്ലാ മതങ്ങളെക്കാളും ഉയരാതിരിക്കുകയില്ല. എന്നിട്ട് പറയുന്നു, ഇതൊക്കെയും റസൂലിൽ കാണാം, തങ്ങളെക്കുറിച്ചുള്ള പരാമർശം ആകാശലോകത്ത് മലായിക്കത്തുൽ കിറാമുകൾക്കിടയിൽ ഉയർത്തിയിട്ടുണ്ട് എന്നല്ലേ അള്ളാഹു പറയാൻ. വറഫഅന, നമ്മൾ ഉയർത്തിയിരിക്കുന്നു, ദിക്റക, തങ്ങളെക്കുറിച്ചുള്ള പുകഴ്ത്തലുകളും പരാമർശങ്ങളും പറയലുകളും ഇന്ദൽ മലായിക്കത്തി, മലക്കുകൾക്കരികിൽ ഫിസ്സമായ ആകാശലോകത്ത്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞ ആയത്ത് തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. വിശുദ്ധരായ മലായികത്തുൽ കിറാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യുസല്ലൂന എന്ന് പറഞ്ഞാൽ നിരന്തരമായി സ്വലാത്ത് ചൊല്ലുന്നു എന്നാണ്. ഇത്ര കാലമായി തുടങ്ങിയിട്ട് എന്നത് അവസാനിക്കുക. എത്ര മലക്കുണ്ട് ആകാശലോകത്ത്, എത്ര ആകാശങ്ങളുണ്ട്. 7 പരിശുദ്ധമായ ആകാശങ്ങളിലുമുള്ള പരിശുദ്ധരായ മലായികത്തുൽ കിറാം നിരന്തരമായി ഒരു പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറഫഅനാ ലക ദിക്റക. കഴിഞ്ഞില്ല. വനർഫഉ ഫിൽ ആഖിറതി ദിക്റക ബിമാ നുഅതീക മിനൽ മഖാമിൽ മഹ്മൂദി വകറായിമി ദറജാത്ത്. വനർഫഉ ഫിൽ ആഖിറതി, പാരത്രിക ലോകത്ത് നാം ഉയർത്തും ദിക്റക, തങ്ങൾ ഉയർച്ച. ഇവിടെ മാത്രമല്ല, ആഖിറത്തിനും ഉയർത്തും. ബിമാ നുഅതീക മിനൽ മഖാമിൽ മഹ്മൂദ്, മഖാമുൽ മഹ്മൂദ് നൽകും. അങ്ങനെ വലിയ പദ്ധതികൾ നമുക്കറിയാലോ. മഹ്ശറിലെ കഥ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത് യൗബിത്തുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ. അവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരൊറ്റ കുട്ടിയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള സർവകോടി ജനങ്ങളും, മുഴുവൻ അമ്പിയാക്കന്മാരും, മുഴുവൻ ഔലിയാക്കന്മാരും, മുഴുവൻ ആരിഫീങ്ങളും, മുഴുവൻ സാഹിദീങ്ങളും, മുഴുവൻ സ്വാലിഹീങ്ങളും, മുഴുവൻ മുഅ്മിനീങ്ങളും അല്ലാത്തവരും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന സയ്യിദു വുൽദി ആദം യൗമൽ ഖിയാമത്തി വലാ ഫഖ്റ. ഞാനാണ് അന്നത്തെ യജമാനൻ, ഞാനാണ് അന്നത്തെ നേതാവ്, എൻ്റെ കരങ്ങളിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ, ഒന്ന് വിചാരണയ്ക്ക് വിളിച്ചെങ്കിൽ, നരകത്തിലേക്കാണ് നരകത്തിലേക്ക് എന്നുപോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ചെല്ലുന്നതും പ്രതീക്ഷിക്കുന്നതും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വബിയദി ലിവാഉൽ ഹംദി വആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ. അന്ന് ജനകോടികൾ, കോടി എന്ന് പറഞ്ഞാൽ മതിയോ, ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള മനുഷ്യരും ജിന്നുകൾ എത്രയുണ്ട് അത് മുഴുവനും, മലക്കുകൾ എത്രയുണ്ട്, ആയാലും ജുനൂദ റബ്ബിക ഇല്ലാഹു, ആ മലക്കുകൾ മുഴുവനും, പറവകളും അതുപോലെ തന്നെ ജീവികളും മത്സ്യങ്ങളും ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങളും സമ്മേളിപ്പിക്കപ്പെട്ട മഹ്ശറിൽ ഒറ്റ പതാക മാത്രം. ബിൽഡിങ്ങിന്റെ മറവ് അവിടെയില്ല, മാമലകളില്ല, കാടും തോടും കാണാൻ കഴിയില്ല. വിശാലമായ മരുഭൂമിയിൽ എല്ലാ സൃഷ്ടികളും വെച്ചു കൂടുന്ന സമയത്ത് ഒറ്റ പതാക മാത്രം ഉയർന്നു നിൽക്കുന്നു. രാജ്യങ്ങളുടെ പതാക അവിടെയില്ല, ഒരൊറ്റ പതാക. ആ പതാകക്കൊരു പേരുമുണ്ട്, ലിവാഉൽ ഹംദ്. ലിവാഉൽ ഹംദ്, പ്രശംസ പതാക. ആ പതാക ആരെ കയ്യിലാണ്? വബിലിവായി, എൻ്റെ കയ്യിലാണുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരകോടി സൃഷ്ടികളുടെ നേതാവായിട്ട്
പതാക പൊക്കിപ്പിടിച്ചിട്ട് പറയുന്നു, ആദമു വമന്ദൂനഹു തഹ്തലിവായി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മറ്റുള്ളവരൊക്കെ എൻ്റെ കീഴിലാണ്, പതാകൻ്റെ ചൂട്ടിലാണ്. വറഫഅനാ ലക ദിക്റക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, പുകഴ്ത്തലുകൾ, മഹത്വങ്ങൾ തങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉയർത്തി തന്നിരിക്കുന്നു അള്ളാഹു പറഞ്ഞതിൻ്റെ രഹസ്യം മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ദുനിയാവിലെ ഭൂമുഖത്ത്, ആകാശലോകത്ത്, പരലോകത്ത്, ഇനി ഭൂമിയുടെ അന്തർഭാഗത്ത് ചെന്നാലോ അതും രസം തന്നെ. ഭൂമിയുടെ അന്തർഭാഗത്ത് ആരുടെ മണ്ണിൻ്റെ ചുവട്ടിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലോകത്ത് മരിക്കാത്ത ടൈമുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മരണം എപ്പോഴും നടക്കുന്നുണ്ട്. ജനങ്ങൾ ഭൂമിയിൽ എപ്പോഴും മറമാടപ്പെടുന്നുണ്ട്. മറമാടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ബുഖാരിയിലൊക്കെ ഇല്ലേ, മറ്റു സഹീഹ് ഹദീസുകളിലുണ്ടല്ലോ. മലക്കൊന്ന് ചോദിക്കും, മൻ റബ്ബുക് വമൻ നബിയുക്, നിന്റെ നബി ആരാണ്? എന്താ മറുപടി പറയാ? അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുത്തു ചോദിക്കും, മാദാ തഖൂലു ഫി ഹാദ റജുൽ, ആ കാണുന്ന റജുലിനെ കുറിച്ച് നീ എന്താ പറയുന്നത്? അതാരാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ചുരുക്കി പറഞ്ഞാൽ ആകാശലോകത്ത്, ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ അന്തർഭാഗത്ത്, മഹ്ശറയിൽ, സ്വർഗലോകത്ത് തുടങ്ങി എല്ലാ സ്ഥലത്തും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉയർന്നു നിൽക്കുകയാണ്. അത് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട ഒരാളാണ് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഷീസ് നബിയോട് പിതാവാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉപദേശമുണ്ട്, മോനെ നീ ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലണം. എൻ്റെ മക്കളിൽ അവസാനമായി വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നീ ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലണം. കാരണം നീ തുസ്തു സമാവാത്തി വല്ലറു, ഞാൻ തുസ്തു സമാവാത്തി, ആകാശമൊക്കെ ഞാൻ കറങ്ങി, ആകാശത്തൊരു സ്ഥലവുമില്ല ഇല്ലാ വ മക്തൂബുൻ അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്തിക്കൊണ്ട് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് എരിവെക്കാത്തൊരു സ്ഥലമില്ല. അപ്പം നല്ല ഫ്ലക്സുകൾ, നമ്മളെ ദുനിയാവിലെ ഫ്ലക്സ് ഒന്നുമല്ല, ആകാശലോകത്തുള്ള എല്ലാ ഭിത്തികളിലും അവിടെ ഇടയ്ക്കുണ്ടോ പ്രസ്യങ്ങൾ, ആ പ്രസ്യങ്ങളിലൊക്കെയും കാണുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം റാസി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നുണ്ട്, ഇസ്മുഹു മക്തൂബുൻ അലൽ അർശി. ഈ ആയത്തിൽ വിശേഷിച്ച് പറയാണ്, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഇസ്മുഹു മക്തൂബുൻ അലൽ അർശി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അർഷിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ആ പേരില്ലാത്തൊരു സ്ഥലമില്ല, ആ പേരില്ലാത്ത ഒരു ഹൃദയങ്ങളുമില്ല. അദ്ദേഹം പറയുന്നു, ഇമാം റാസികൾ പറയാൻ, ജഅലഹു ഫീ ഖുലുഫിൽ ഖുലൂബി ബിഹൈസു യസ്തതീബൂന ദിക്റഹു സയജഅലുഹുർ റഹ്മാനു വുദ്ദ എന്ന് പറഞ്ഞ പോലെ ജഅലഹു ഫിൽ ഖുലൂബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വാസികളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ബിഹൈസു യസ്തതീബൂന ദിക്റഹു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ആവേശമാണ്, വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത സംതൃപ്തിയാണ്, അതിലൊരു ആഹ്ലാദം കൊള്ളുന്നു, അവർ അത് ആഘോഷിക്കുന്നു. യസ്തതീബൂന ദിക്റഹു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പരാമർശവും പറയലും പുകഴ്ത്തലും അവർ വല്ലാതെ സന്തോഷമായി കാണുന്നു. ആ വിധം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകി ആദരിച്ചിരിക്കുകയാണ്. വറഫഅനാ ലക ദിക്റക എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നു, അംലഉൽ ആലമ മിൻ അത്ബാഇക, ഓ നബിയെ തങ്ങൾക്ക് നാം നൽകിയ ആ അനുഗ്രഹം വളരെ മഹത്തരമാണ്. തങ്ങളുടെ അനുയായികളാൽ ഞാൻ ഭൂമി മൊത്തം നിറക്കും, ഭൂമിയിൽ എവിടെയും തങ്ങൾ അനുയായികളുണ്ടാകും. കുല്ലുഹും യുസ്നൂന അലൈക, അവരൊക്കെയും തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, തങ്ങളെ പ്രശംസിച്ചുകൊണ്ടിരിക്കും, തങ്ങളെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കും. വയുസല്ലൂന അലൈക, തങ്ങളെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കും. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ, അനുയായി വൃന്ദത്തെ ഭൂമിയിൽ എല്ലായിടത്തും നമ്മൾ നിറക്കും. വയഹ്ഫളൂന സുന്നതക, തങ്ങളുടെ സുന്നത്ത് അവർ സംരക്ഷിക്കുകയും ചെയ്യും, തങ്ങളുടെ സുന്നത്ത് അവർ സംരക്ഷിക്കും. ബൽ എന്ന് മാത്രമല്ല, മാ മിൻ ഫരീദത്തിൻ മിൻ ഫളായിലിസ് സ്വലാത്തി ഇല്ലാ വമഅഹു സുന്നത്തുൻ, നിസ്കാരത്തിൻ്റെ ഫർദായ നിസ്കാരങ്ങളുണ്ട്,
അതിൻ്റെ കൂടെ സുന്നത്തില്ലാതിരിക്കില്ല. ഏത് ഫർദ നിസ്കാരത്തിൻ്റെ കൂടെയും സുന്നത്തുണ്ട്. ഫഹും അപ്പോൾ നിങ്ങളുടെ അനുയായികൾ യംതസിലൂന ഫിൽ ഫരീദത്തി അംരി ഫർദ നിസ്കാരങ്ങൾ നിർവഹിക്കുക വഴി എൻ്റെ കൽപ്പനയനുസരിക്കുന്നു. വഫിസുന്നത്തി അംറക്ക സുന്നത്ത് ചെയ്യലോടെ തങ്ങളുടെ കൽപ്പനയും അനുസരിക്കുന്നു. എന്താണ് അള്ളാഹു ഫർദിന് പറഞ്ഞ സുന്നത്ത് വെച്ചത്? അത് വളരെ ഒരു രഹസ്യമാണ് ഇവിടെ വിളിച്ചെത്താവുന്നത്. ഫർദ് പോരെ ഇന്ന് സുന്നത്തായിട്ട് വേർതിരിക്കണോ? ഫർദ് അള്ളാഹുവിൻ്റേത്, സുന്നത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഫർദ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മുഅ്മിനീങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിരവധി സുന്നത്തുകൾ, ഒന്നൊന്നുമല്ല. നോക്കി നിങ്ങൾ, ഫർദ് എത്ര റക്അത്താ? 17 റക്അത്ത്. സുന്നത്തോ 22 റക്അത്ത്. കണ്ടോ? സുന്നത്താ നിസ്കാരം എത്ര ഉണ്ട്? ആകെ ഫർദ് 5 വക്തേ ഫർദുള്ളൂ. പിന്നെ ജുമയും കൂടി കൂട്ടിക്കോളി, അപ്പോൾ 6 ഫർദ്. ബാക്കി മുഴുവനും സുന്നത്തുകളാണ്, എല്ലാം സുന്നത്തുകളാണ്. റവാത്തിബാനം, തഹജ്ജുദ്, വിത്ർ, തറാവീഹ്, ഇസ്തിസ്ഖാ, കുസൂഫ്, ഈദൈനി, ഫിത്ർ, ളുഹ തുടങ്ങിയ ഇങ്ങനെ എല്ലാം സുന്നത്തുകളാണ്. അള്ളാഹു പറയാട്ടോ, അള്ളാഹു പറയുന്നു ഫഹും യംതസിലൂന ഫിൽ ഫരീദത്തി അംരി ഫർദ നിസ്കാരം നിർവഹിക്കുമ്പോൾ അവർ എൻ്റെ കൽപ്പന അനുസരിക്കുന്നു. അഫി സുന്നത്തി അംറക്ക സുന്നത്തിലോ തങ്ങളുടെ കാര്യം അനുസരിക്കുന്നു. അപ്പോൾ സുന്നത്തെന്ന് പറയുന്നത് അത് വെറുതും ചെയ്ത് സ്വർഗം നേടാൻ വേണ്ടിയുള്ളത് മാത്രമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ഇംതിസാൽ ചെയ്യുക, നബിത്തങ്ങളുടെ കൽപ്പന അനുസരിക്കുക എന്നൊരു വിധാനത്തിലേക്ക് സ്നേഹ സമ്പന്നനായ വിശ്വാസി ഉയരണം. അപ്പം ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇംതിസാൽ ചെയ്യാൻ വേണ്ടി, അനുസരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു പദ്ധതിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ് സുന്നത്ത്. അതും റഫഅനാ ലക ദിക്റക ആ സുന്നത്ത് ചെയ്യുക വഴി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാണ് ഉയരുന്നത്. ആ പ്രശംസയുമാണ് അവിടെ നേടിക്കുന്നത് എന്ന് മാത്രമല്ല, വജഅൽതു ത്വാഅതക ത്വാഅതി വബൈഅതക ബൈഅതി തങ്ങൾ അനുസരിച്ചോ എന്നെ അനുസരിച്ചു, തങ്ങളെ ബൈഅത്ത് ചെയ്തോ എന്നെ ബൈഅത്ത് ചെയ്തു. ഖുർആൻ പറഞ്ഞു മയ്യതിർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ് റസൂലിനെ അനുസരിച്ചോ അല്ലാഹുവിനെ അനുസരിച്ചു. മറ്റൊരായത്തിൽ കാണാം ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ് തങ്ങളെ ബൈഅത്ത് ചെയ്തോ അല്ലാഹുവിനെ ബൈഅത്ത് ചെയ്യലാണ്. ഇങ്ങനെ തുടങ്ങി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തിയത് ഈ രൂപത്തിലാണ്. എന്ത് തങ്ങൾക്ക് വേണ്ടി ചെയ്തോ അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ള ചെയ്യലായിട്ട് അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫൽ ഖുറാഉ ഖുർആൻ ഓതുന്നവർ യഹ്ഫളൂന അൽഫാല മൻശൂരിക തങ്ങൾ പ്രചരിപ്പിച്ച വാക്കുകളാണ് വൈഹാത്താക്കുന്നത്. വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനി ഖുർആനിക തങ്ങൾ അവതരിപ്പിച്ച ഖുർആന്റെ അർത്ഥങ്ങളാണ് മുഫസ്സിർ വിശദീകരിക്കുന്നത്. വൽ വഅദു യുബല്ലിഗൂന വഅദക വാഇലിങ്ങൾ തങ്ങളുടെ വഅദാണ് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്നത്. ബൽ എന്ന് മാത്രമല്ല അൽ ഉലമാഉ വസ്സലാത്തീനു പണ്ഡിതന്മാരും രാജാക്കന്മാരും യസിലൂന ഇലാ ഖിദ്മതിക തങ്ങൾക്ക് സർവീസ് ചെയ്യുന്നതിലേക്ക്, തങ്ങളെ ഖിദ്മത്ത് ചെയ്യുന്നതിലേക്ക് അവർ ചെന്നെത്തുന്നു. വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക തങ്ങളുടെ റൗളാ ഷരീഫിന്റെ കവാടത്തിന്റെ അപ്പുറത്ത് വെച്ചിട്ട് തങ്ങൾക്ക് അവർ സലാം പറയുന്നു. വയംസഹൂന വുജൂഹുഹും ബിതുറാബി റൗളതിക തങ്ങളുടെ റൗളാ ഷരീഫിന്റെ മണ്ണിൽ അവർ മുഖം പുരട്ടുന്നു. വയർജൂന ശഫാഅതക തങ്ങളുടെ ശഫാഅത്ത് അവർ പ്രതീക്ഷിക്കുന്നു. ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ അങ്ങനെ തങ്ങളുടെ മഹത്വവും ശ്രേഷ്ഠതയും പവിത്രതയും ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നു, ബാക്കിയാകുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായി പറഞ്ഞതൊക്കെ വറഫഅനാ ലക ദിക്റക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാനും പ്രശംസിക്കാനും മധു പറയാനും പ്രകീർത്തിക്കാനും സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും പകർത്തിപ്പിക്കാനും ദഅവ നടത്താനും ഒക്കെ ഈ ആയത്ത് അടിസ്ഥാന ഘടകമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഈ ആയത്ത് ഉൾക്കൊള്ളാനുള്ള നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.